ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി അവൽ വെച്ചുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ലഡുവാണ്. വളരെ കുറച്ച് ചേരുവകളെ ഇതിനകത്ത് ആവശ്യമുള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത്. ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. അവലും ശർക്കരയും തേങ്ങ ചിരവിയതും മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. മറ്റുള്ള ചേരുവകളൊക്കെ ഞാനിവിടെ പറയുന്നത് ഓപ്ഷണലാണ്. തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2 കപ്പ് അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെയുള്ളത് 1 കപ്പ് തേങ്ങ ചിരവിയത്, ശർക്കര 1 കപ്പ് അല്ലെങ്കിൽ 250 ഗ്രാം. ശർക്കര ഉരുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ വേണം. ഇനി പറയുന്നത് ഓപ്ഷണലാണ്. 2 ടീസ്പൂൺ നെയ്യ്, കാഷ്നട്ട് 2 ടേബിൾ സ്പൂൺ, ഉണക്കമുന്തിരി 1 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1 ടേബിൾ സ്പൂൺ. ആദ്യമേ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കാഷ്നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതായി ഫ്രൈ ആയതിനു ശേഷം ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷണലാണ്. ആവശ്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അതായത് തടി കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്റ്റെപ്സ് എല്ലാം സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയതിനു ശേഷം മാറ്റി വയ്ക്കാം. ഉണക്കമുന്തിരിയും കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് അവലാണ് വറുത്തെടുക്കേണ്ടത്. നെയ്യ് ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അവൽ വറുത്തെടുക്കാൻ നമ്മൾക്ക് നെയ്യ് ആവശ്യമില്ല. അപ്പോൾ ഇതേ പാൻ തന്നെ അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് വലിയ പാൻ എടുക്കുകയാണ് എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അവലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏതു തരം അവൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. തിന്നായിട്ടുള്ള അവൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കട്ടിയായിട്ടുള്ള അവലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെള്ള അവലായാലും കുഴപ്പമില്ല. അപ്പോൾ കളർ കുറച്ചൊന്ന് മാറിയിരിക്കും. ഇപ്പോൾ നമ്മളുടെ അവിലെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കയ്യിലെടുക്കുമ്പം നല്ല ക്രിസ്പി ആയിട്ട് അങ്ങ് പൊടിഞ്ഞു പോകും. ഈ സമയത്ത് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനിതിവിടെ കയ്യിലെടുത്ത് നോക്കി കഴിഞ്ഞപ്പം നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ അവിലൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ പാനിൽ തന്നെ വെച്ചാൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതേ പാനിൽ തന്നെ തേങ്ങ ചിരവിയതും കൂടെ വറുത്തെടുക്കണം. തേങ്ങ ചിരവിയതും കൂടെ ഒരുമിച്ചിട്ടാൽ അത്ര ഫ്രൈ ആവത്തില്ല. തേങ്ങയിലത്തെ വെള്ളമൊന്നും ഒരുപാട് പോവത്തില്ല. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വറക്കുകയാണ് നല്ലത്. തേങ്ങ ചിരവിയതും കൂടെ അതേ പാനിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനകത്തൊന്നും എണ്ണയോ നെയ്യോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളുടെ തേങ്ങയും കൂടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തേങ്ങയിലെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് പോയി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കേടായി പോവും. ഈ ഒരു പാകത്തിൽ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് തേങ്ങയും കൂടെ മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് അവൽ ഫ്രൈ ചെയ്ത് ചൂടാറി കാണും. തേങ്ങ ഇപ്പം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അവൽ ഫ്രൈ ചെയ്തതാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ മിക്സിയുടെ ഒരു വലിയ ജാറെടുത്ത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അവലിട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും തേങ്ങയുടെയും ചൂടാറിയതിന് ശേഷം വേണം ഇത് രണ്ടും പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിതിപ്പോൾ ഇവിടെ കുറച്ച് നേരം വെച്ചിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇപ്പം അവൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് തന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതും സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തേങ്ങയും അവലും രണ്ടും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ശർക്കര നീര് റെഡിയാക്കാം. നമ്മളെടുക്കുന്ന ശർക്കരയുടെ കളർ വെച്ചിട്ടാണ് ലഡുവിന് കളർ വരുന്നത്. അപ്പം ഒരുപാട് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് കളർ ശർക്കര എടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ഡാർക്ക് കളർ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ശർക്കരയായിരിക്കും ഇതുണ്ടാവുക. അതായത് 250 ഗ്രാം. ഗ്രേറ്റ് ചെയ്തതാണെങ്കിൽ 1 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ചെറിയ തീയിൽ വെച്ച് ശർക്കരയെല്ലാം നല്ലപോലെ അലിയിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നിട്ടിത് ലഡു ഉണ്ടാക്കുന്ന പാനിനകത്തോട്ട് അരിച്ചൊഴിക്കാം. ശർക്കരയ്ക്കകത്ത് എന്തായാലും അഴുക്കൊക്കെ കാണും. അതുകൊണ്ട് അരിക്കാതെ ശർക്കര ഒരിക്കലും എടുക്കരുത്. പിന്നെ ചിലപ്പോൾ കല്ലൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് കടിക്കും. അതുകൊണ്ട് ശർക്കരയൊന്ന് നന്നായി തിളച്ചതിന് ശേഷം ഇതൊന്ന് അരിക്കാം. ഇപ്പോൾ ഇവിടെ ശർക്കര നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് ലഡു ഉണ്ടാക്കുന്ന അതേ പാനിനകത്തോട്ടാണ് അരിച്ചൊഴിക്കുന്നത്. അരിച്ചൊഴിക്കാൻ എപ്പോഴും ഇരുമ്പിൻ്റെ അരിപ്പ് തന്നെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് ചിലപ്പോൾ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇത്രയും അഴുക്ക് ശർക്കരയിലുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ ശർക്കര അരിക്കണം എന്ന് പറയുന്നത്. ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരയ്ക്കകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അവലും തേങ്ങയും കൂടിയിട്ടുള്ള മിക്സ് അങ്ങ് ഇട്ട് കൊടുത്ത്
നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് ഒരുപാടങ്ങ് തിക്കാവരുത്, കട്ടിയായി പോകരുത്. എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് മിക്സ് ആവണം. മിക്സായി കഴിഞ്ഞാൽ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. 5-10 മിനിറ്റിനകത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടെ ആ നെയ്യോടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. ഇതെല്ലാം ഓപ്ഷണലാണ്. ഈ നെയ്യെല്ലാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നെയ്യൊക്കെ ഒരുപാട് ചേർക്കുന്നത് നല്ലതായിരിക്കുക. ഇതെല്ലാം കൂടെ ഒരുപാട് ഡ്രൈ ആക്കരുത്. ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നമ്മൾക്കിത് ഉരുട്ടാനൊക്കത്തില്ല. ഈ ഒരു പാകത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ചെറിയൊരു ചൂടിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഒരുപാട് ചൂടാറി കഴിഞ്ഞാൽ നമ്മൾക്ക് ഉരുട്ടിയെടുക്കാനൊക്കത്തില്ല. ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തതിന് ശേഷം ഇത് പ്ലേറ്റിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് പാകത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറിയൊരു ചൂടിലാണ് ഉരുട്ടിയെടുക്കുന്നത്. നമ്മൾ നോർമലി ലഡു ഉരുട്ടുന്ന പോലെ തന്നെ അങ്ങ് ഉരുട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ ലഡു റെഡിയായി. ഇത് ഒരുപാട് ഹെൽത്തിയാണ്. അവൽ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ വരെ കഴിച്ചു പോവും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണിത്. ഒരുപാട് ടൈമും ആവശ്യമില്ല. മാക്സിമം ഒരു 10-15 മിനിറ്റിനകത്ത് നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ ഒരു അളവിൽ 25 ലഡു ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. ലഡുവിൻ്റെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടെ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്